നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ പടച്ചുവിട്ടപ്പോൾ അതെല്ലാം വായിച്ചാസ്വദിച്ച് കുലുങ്ങി കുലുങ്ങി ചിരിച്ച ട്രംപിന് ഇപ്പൊ എന്തേ വാൾസ്ട്രീറ്റ് ജേണലിൽ എത്ര പിടിക്കുന്നില്ലേ? കാരണം ഇന്ത്യയെ കുത്തിയപ്പോ വേദനിച്ചത് മോദിക്കാണല്ലോ. അപ്പൊ ആ വേദന ട്രംപിന് ഒരു ആവേശമായിരുന്നു. എന്നാൽ ജേണൽ ട്രംപിനെ കുത്തിയപ്പോ ചോര പൊടിഞ്ഞില്ലേ? അതുകൊണ്ടാണ് എപ്സ്റ്റീൻ കേസിൽ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ മാർക്കിനെതിരെ ട്രംപ് കേസ് നൽകിയത്. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന് ഒരു അശ്ലീല കത്തും നഗ്നയായ സ്ത്രീയുടെ രേഖാചിത്രവും അയച്ചു എന്ന ആരോപണത്തിലാണ് ട്രംപ് കേസ് നൽകിയത്. 2003 ട്രംപ് എപ്സ്റ്റീൻ അയച്ചതായി ആരോപിക്കപ്പെടുന്ന 50-ാം ജന്മദിന ആശംസയിൽ ലൈംഗിക സൂചന നൽകുന്ന ഒരു ചിത്രവും അവർ പങ്കിട്ട രഹസ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശവും ഉൾപ്പെട്ടതായി ജേണൽ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ നടപടി. $10 ബില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വെള്ളിയാഴ്ച മിയാമിയിലെ ഫ്ലോറിഡയിലെ തെക്കൻ ജില്ലയായ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് വാൾസ്ട്രീറ്റിന്റെ മറ്റൊരു കള്ളക്കളി കൂടി പുറത്തു വന്നിരിക്കുന്നത്. എയർ ഇന്ത്യ അപകടത്തിൽ സീനിയർ പൈലറ്റ് ഇന്ധനത്തിന്റെ സ്വിച്ച് മനഃപൂർവ്വം ഓഫാക്കിയത് മൂലമാണ് എയർ ഇന്ത്യ വിമാന ദുരന്തമുണ്ടായത് എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ അഭിപ്രായപ്പെട്ടത് എയർ ഇന്ത്യയുടെ പ്രശസ്തിയെ കളങ്കപ്പെടുത്താനോ എന്ന സംശയമാണ് ഉയർത്തുന്നത്. കാരണം പൊതുവെ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനെ തകർക്കാൻ ഉതകുന്ന പല റിപ്പോർട്ടുകളും മുൻപും പ്രസിദ്ധീകരിച്ച് വിവാദമായിട്ടുള്ള മാധ്യമമാണ് ഈ വാൾസ്ട്രീറ്റ് ജേണൽ. അമേരിക്കൻ അന്വേഷണത്തിൽ പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയതാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയതാണ് വാൾസ്ട്രീറ്റ് ജേണൽ അവകാശപ്പെടുന്നത്. പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ശരിക്കും ഇന്ത്യക്കു നേരെ ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് ഇതിലൂടെ എയർ ഇന്ത്യയുടെ പേര് കളങ്കപ്പെടുത്തുവാനും അനാവശ്യ വിവാദമുണ്ടാക്കുവാനും ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്നാണ് വിലയിരുത്തൽ. പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും മുമ്പ് ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയ വിദേശ മാധ്യമങ്ങളുടെ രീതി തെറ്റായിപ്പോയെന്ന് അഭിപ്രായപ്പെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും രംഗത്തെത്തിയിട്ടുണ്ട്. 260 പേർ മരിച്ച എയർ ഇന്ത്യ വിമാന അപകടത്തിൽ പൈലറ്റിനെ കുറ്റപ്പെടുത്തുന്ന വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിനെതിരെ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും രംഗത്ത് വന്നിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതിൽ ഇന്ധന സ്വിച്ച് ഓഫ് ആയതിനാലാണ് വിമാനത്തിന് മുകളിലേക്ക് ഉയരാൻ കഴിയാതിരുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു. വിമാനത്തിന് ഇന്ധനം നൽകുന്ന സ്വിച്ച് റണ്ണിൽ നിന്നും കട്ട് ഓഫ് എന്ന സ്ഥിതിയിലേക്ക് മാറിയത് മൂലം എഞ്ചിനിലേക്ക് ഇന്ധനം എത്താത്തത് അപകടത്തിന് കാരണമായി എന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ കോക്പിറ്റ് ഓയിസ് ഉൾപ്പെടെ നിരവധി വിവരങ്ങൾ ഇനിയും പരിശോധിച്ച ശേഷമേ അന്തിമ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയൂ. എന്നിരിക്കെ വാൾസ്ട്രീറ്റ് ജേണൽ എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. മോദി സർക്കാരിനെതിരെ ചിന്തിക്കുന്ന നിരവധി NGO പ്രേരിത റിപ്പോർട്ടുമാരുടെ താവളം കൂടിയാണ് വാൾസ്ട്രീറ്റ് ജേണൽ. ഇന്ത്യയെ കളങ്കപ്പെടുത്താനുള്ള ഓരോ അവസരവും ഉപയോഗിക്കുന്ന അമേരിക്കൻ മാധ്യമ സ്ഥാപനമാണിത്. മോദി സർക്കാരിനെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അമേരിക്കൻ ശതകോടീശനായ ജോർജ് സോറസിന്റെ ഉടമസ്ഥതയിലുള്ള നൂറുകണക്കിന് NGOകളും അതിന്റെ പ്രവർത്തകരും. ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പ്രേരിതരായ ചില നിരീക്ഷകരും ചില വിമാന അപകട വിദഗ്ധരും പൈലറ്റിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ട്. ഇന്ത്യയിലെ വ്യോമയാന വിദഗ്ധനായ മോഹൻ രംഗനാഥും പൈലറ്റ് മനഃപൂർവ്വം ഇന്ധന സ്വിച്ച് ഓഫാക്കിയതാണ് അപകടത്തിന് കാരണമെന്നതും പൈലറ്റ് ആത്മഹത്യക്ക് തിരഞ്ഞെടുത്തതാകാം ആ മാർഗമെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പങ്കുവച്ച അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ 2 പൈലറ്റുമാർ കൈമാറിയ ഒരു സംഭാഷണമാണ് വിവാദമുണ്ടാക്കിയത്. താങ്കൾ എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്നാണ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത്. ഞാൻ അത് ചെയ്തില്ല എന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നു. പക്ഷേ കോക്പിറ്റിലെ ശബ്ദങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത കൈവരാനാകൂ. എന്തായാലും മോദിക്കെതിരെ മുമ്പും നിരവധി വ്യാജ വാർത്തകൾ പുറത്തിറക്കിയ ജേണലാണ് ഈ വാൾസ്ട്രീറ്റ് ജേണൽ. നിക്ഷേപമിറക്കാൻ പറ്റാത്ത അരക്ഷിതമായ സ്ഥലമാണ് ഇന്ത്യയെന്നും അത്തരത്തിലുള്ളവരാണ് ഇന്ത്യയുടെ മന്ത്രിമാരെന്നും ഉദ്യോഗസ്ഥരെന്നും അവകാശപ്പെട്ട വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച ഒരു ഫുൾ പേജ് പരസ്യം ഇനിയും മറക്കാനായിട്ടില്ല. വാൾസ്ട്രീറ്റ് ജേണലിന്റെ മുൻ പേജിൽ നിർമ്മല സീതാരാമന്റെ ചിത്രം വരെ ഉപയോഗിച്ച് മോദി സർക്കാരിനെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശിച്ച് നൽകിയ മുഴുവൻ പേജ് പരസ്യവും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് എന്ന വ്യാജ റിപ്പോർട്ടും ഇടയ്ക്കിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ മാധ്യമം കൂടിയാണിത്.